ഹിന്ദുവുമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. ഭദ്രകാളി, സുബ്രഹ്മണ്യൻ, ഹനുമാൻ എന്നീ ദേവതകളെ സംപ്രീതരാക്കുവാൻ ഏറ്റവും പ്രയോജനകരമായ വ്രതാനുഷ്ഠാനമാണ് ചൊവ്വാഴ്ച വ്രതം. ഉത്തരേന്ത്യയിൽ ചൊവ്വാഴ്ചകളിൽ ഗണപതിയെയും ആരാധിക്കുന്നു. ജാതകത്തിൽ ചൊവ്വ അനിഷ്ഠിതനായി സ്ഥിതി ചെയ്യുന്നവർക്കും ചൊവ്വാദോഷം മൂലം വിവാഹ തടസ്സം അനുഭവിക്കുന്നവർക്കും ഈ വ്രതം ഉത്തമ ഗുണങ്ങളെ പ്രദാനം ചെയ്യും. ജാതകത്തിൽ ചൊവ്വ മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ ഓജരാശിയിൽ നിൽക്കുന്നവർ സുബ്രഹ്മണ്യനെയും, ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം എന്നീ യുഗ്മരാശികളിൽ നിൽക്കുന്നവർ ഭദ്രകാളിയെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൂടുതൽ ഫലദായകമായിരിക്കും. ജാതകത്തിൽ ചൊവ്വയെ കു എന്ന അക്ഷരം കൊണ്ട് രേഖപ്പെടുത്തുന്നത് സ്വന്തം ഗ്രഹനിലയിൽ കു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതു രാശിയിലാണെന്ന് സ്വയം കണ്ടെത്താവുന്നതേയുള്ളൂ. ചൊവ്വാവ്രതം അനുഷ്ഠിക്കേണ്ടവർ തിങ്കളാഴ്ച രാത്രി അരിഭക്ഷണം ഒഴിവാക്കി ലഘുഭക്ഷണം സ്വീകരിക്കണം. ചൊവ്വാഴ്ച കാലത്ത് തന്നെ ഉണർന്ന് സ്നാനം ചെയ്ത് വിളക്ക് കൊളുത്തിവെച്ച് ഓം അംകാരകായ നമ എന്ന് 21 തവണ ജപിക്കുക. ഓം അംകാരകായ വിദ്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ ഭൗമ പ്രചോദയാത് എന്നീ കുജഗായത്രി 108 തവണയോ 9 തവണയെങ്കിലുമോ ജപിക്കുക. തുടർന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക. നവഗ്രഹ പ്രതിഷ്ഠയുണ്ടെങ്കിൽ കുജന് അർച്ചന നടത്തുക. സുബ്രഹ്മണ്യ ക്ഷേത്രത്തില് ദർശനം നടത്തുന്നവർ ഓം ശരവണഭവ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട്, ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നവർ ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലം ധർമ്മജ മാം ച പാലയ പാലയ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടും ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുക. ഗൃഹത്തിൽ തന്നെ സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, ഗണപതി, ഹനുമാൻ എന്നീ ദേവതകളുടെ സ്തോത്രങ്ങളും കുജന്റെ അഷ്ടോത്തര ശതക നാമവലിയും ജപിക്കുക. ചൊവ്വാഴ്ച ഒരു നേരം മാത്രം അരിഭക്ഷണവും മറ്റു സമയങ്ങളിൽ പാൽ, പഴം മുതലായ ലഘുഭക്ഷണവും കഴിക്കാവുന്നതാണ്. ഭക്ഷണത്തിൽ ഉപ്പ് ഒഴിവാക്കുന്നത് നല്ലത്. മരുന്നുകൾ മുടക്കേണ്ടതില്ല. ആഹാര നിയന്ത്രണം ആരോഗ്യസ്ഥിതിക്ക് അനുസൃതമായി മതിയാവും. പകൽ ഉറങ്ങരുത്. വൈകുന്നേരവും ക്ഷേത്ര ദർശനം ഉചിതം. ബുധനാഴ്ച രാവിലെ സ്നാനശേഷം തുളസി തീർത്ഥം സേവിച്ച് പാരായണ വിടാവുന്നതാണ്. വിവാഹ തടസ്സം മാറാനും ദേഹബലം വർദ്ധിക്കാനും ബാധ്യതകൾ കുറയ്ക്കാനും സഹോദരന്മാരും സഹോദര തുല്യരായവരുമായുള്ള കലഹങ്ങൾ ശമിക്കാനും കാര്യസാധ്യത്തിനും ചൊവ്വാഴ്ച വ്രതം സഹായകരമാകുന്നു. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവർ ഭദ്രകാളിക്ക് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് മാല, രക്തപുഷ്പാഞ്ജലി, സുബ്രഹ്മണ്യന് കുമാരസുക്ത പുഷ്പാഞ്ജലി, പഞ്ചാമൃതം, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, അവിൽ നിവേദ്യം, സിന്ദൂര സമർപ്പണം എന്നിവ നടത്തുന്നത് ഗുണകരമാണ്. കടബാധിതകൾ അലട്ടുന്നവർ രണമോചന അംകാരക സ്തോത്രങ്ങളും ജപിക്കുക. കടബാധിതകൾ കുറയ്ക്കാൻ കഴിയും. ഭദ്രകാളിയുടെയും സുബ്രഹ്മണ്യന്റെയും ഹനുമാന്റെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്.